ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമുക്കിന്ന് സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മുട്ടപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി നമ്മൾ നല്ല തിളച്ച വെള്ളമല്ല, എന്നാലും നേരിയ ചൂടിലും കുറച്ചും കൂടെ ചൂടായിട്ടുള്ള വെള്ളത്തിൽ നിന്ന് കലക്കി വെക്കണം. ഇത് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇന്ദുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതൊന്ന് കലക്കിയെടുക്കണം. അതിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടാകുമ്പോൾ കട്ടായിട്ട് പോകും. അപ്പോൾ ഇതൊന്ന് ലൂസായിട്ട് നമുക്ക് കലക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് നല്ല ചൂടുവെള്ളമല്ല, നല്ല തണുത്ത വെള്ളമല്ല, ഇടത്തരത്തിലുള്ള വെള്ളത്തിൽ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ലൂസായിട്ട് കലക്കി ഒരു 10-20 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ആക്കിയിട്ട് ഒരു 10-20 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ അപ്പോഴേക്കും നമുക്ക് ഇത് മൈദയും ചേർക്കുന്നുണ്ട്. മുന്നേ ചിലപ്പോൾ നമ്മൾ മൈദ മാത്രം ഇട്ടിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ മൈദ മാത്രം ഇട്ടിട്ട് ചെയ്യണമെങ്കിലും കുറച്ചും കൂടെ നല്ലതാണല്ലോ കുറച്ചും കൂടെ അരിപ്പൊടി ഇട്ടിട്ട്. അരിപ്പൊടി മാത്രം ഇട്ട് ചെയ്താലും നല്ല ഹാർഡായി പോകും. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദയിലേക്ക് 2 മുട്ട കൂടി ചേർക്കുന്നുണ്ട്. മുട്ടയുടെ എഗ് വെയിറ്റ് അങ്ങനെയൊന്നുമില്ല, രണ്ടും കൂടെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു നേരിയ ചൂടുവെള്ളം മതി. പറഞ്ഞാൽ ഒന്ന് ചൂടായി വരുമ്പോൾ വാം വാട്ടർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെ നേരിയ ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് ആക്കിയെടുക്കും. കട്ടൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന്. അപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടൊക്കെ ആണെങ്കിൽ വേഗം കട്ട മാറി കിട്ടും. ഇനി നമുക്ക് നേരത്തെ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരിപ്പൊടിയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ മൈദ ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി. ഓൾറെഡി ഇത് വരുമ്പോൾ പിന്നെ നമുക്ക് പാലടയുടെ ഒരു ലൂസിലല്ല ഇത് വേണ്ടത്. പാലട ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ലൂസാക്കിയിട്ടാണ് നമ്മൾ ആക്കാറുള്ളത്. ഇത് കുറച്ചും കൂടെ കട്ടിയിൽ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഒന്ന് ചട്ടി ചൂടായി വരുമ്പോൾ, ചട്ടി നമ്മൾ പൊട്ടിയതൊന്നും നോക്കണ്ട, നമ്മൾ കുറേ കാലമായിട്ട് ഈ ഒരു ചട്ടി തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നല്ല മയങ്ങിയിട്ടുള്ള ഒരു ചട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ തന്നെയാണ് നമ്മൾ ആക്കി കൊടുക്കണത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ബബിൾസൊക്കെ വന്നു വരുമ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കണ്ടാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ലപോലെ ബബിൾസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് നല്ല ചൂടായി വരുമ്പോഴാണ് നമുക്ക് ചട്ടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് അടുപ്പത്ത് വെച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്ഷനും കിട്ടുള്ളൂ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് പാലും പഞ്ചസാരയും കൂട്ടിയിട്ട് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ പഴം കൂട്ടി കഴിക്കാം.